അങ്ങനെ ഒടുവിൽ 2025 പുതുവർഷത്തിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടാൻ സാധിച്ചു. 2 ദിവസം മുമ്പ് നടന്ന മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. മറ്റൊരു കാര്യം പറയട്ടെ, ഇന്നലെ നടന്ന മത്സരം ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി മത്സരമായിരുന്നു. ആ മത്സരത്തിൽ മുംബൈ സിറ്റി 2-നെതിരെ 3 ഗോളുടെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിലേക്ക് വരിക. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിലേക്ക് വരുന്ന നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ മത്സരം തന്നെയായിരുന്നു. കാരണം വലിയ പ്രതീക്ഷകളോടൊന്നും കൂടി കാണാതിരുന്ന മത്സരമായിരുന്നു. ഞാനും മറ്റാരാധകരും അതുപോലൊക്കെ തന്നെയായിരിക്കും, നിങ്ങളൊക്കെ അതുപോലെ തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ വലിയ പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം മെച്ചപ്പെട്ടൊരു എന്നൊക്കെ പറയാം, എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതിൽ കളിക്കുകയും 45-ാം മിനിറ്റിൽ നോഹ സൗദിനെ പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്തതിന് ഒരു പെനാൽറ്റി ലഭിക്കുകയും പെനാൽറ്റി നോഹ സൗദിനെ എടുക്കുകയും അതൊരു ഗോളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിന് ലീഡ് ചെയ്തു നിന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ 57-ാം മിനിറ്റിൽ മിലോസ് ട്രിൻസിച്ചിന് രണ്ടാമത്തെ യെല്ലോ കാർഡ് കാണുകയും പിന്നീട് റെഡ് കാർഡ് കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 70-ാം മിനിറ്റോളം അടുത്ത സമയത്ത് ഐബൻ ഡോംഗ്ലിങ്ങിന് ഡയറക്റ്റ് റെഡ് കാർഡ് ലഭിക്കുകയായിരുന്നു. മലയാളി താരത്തെ ഫൗൾ ചെയ്ത് തന്നെയായിരുന്നു റെഡ് കാർഡ് ലഭിച്ചിരുന്നത്. അങ്ങനെ 9 പേരുമായി ചുരുങ്ങിയ മത്സരം നീണ്ട 30-20 മിനിറ്റോളം ബ്ലാസ്റ്റേഴ്സ് 9 പേരായി കളിച്ചുകൊണ്ട് പൊരുതി നേടിയൊരു വിജയം തന്നെയാണ്. അതാണ് ആ മത്സരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് എടുത്ത് പറയണം. കാരണം 9 പേരുമായിട്ട് 11 പേർക്കെതിരെ കളിച്ച് ഒരു ഗോൾ പോലും വഴങ്ങാതെ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്ത ടീമായ ബ്ലാസ്റ്റേഴ്സ് 9 പേരുമായി ചുരുങ്ങിയിട്ട് പോലും ഒരു ഗോൾ പോലും വഴങ്ങാതെ 11 പ്ലേയേഴ്സിനെതിരെ കളിച്ച് വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കളിക്കാൻ പ്ലേയേഴ്സിനും കളിപ്പിക്കാൻ കോച്ചിനും അറിയാം. എവിടെയൊക്കെയോ ചെറിയ മിസ്റ്റേക്സാണ് ബ്ലാസ്റ്റേഴ്സിനെ പല മത്സരങ്ങളും തോൽവിയിലേക്ക് വഴുത്തി വിടുന്നതും തള്ളിവിടുന്നതും. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് 2 മാറ്റങ്ങളായിരുന്നു കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നത്. സന്ദീപിനെ ബെഞ്ചിലേക്ക് മാറ്റിക്കൊണ്ട് ഐബൻ ഡോംഗ്ലിങ്ങിനെ ഇറക്കുകയും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും സൈഡ് ബെഞ്ചിലേക്ക് വരികയായിരുന്നു. വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ, എന്നാൽ ഈ താരത്തെ മാറ്റിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചു. എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് ഒഡീഷ FC ആയിട്ടുള്ള ഹോം മത്സരമാണ് വരാൻ പോകുന്നത്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായിട്ടുള്ള ഐബൻ ഡോംഗ്ലിങ്, അതുപോലെ തന്നെ മിലോസ് ട്രിൻസിച്ച്, ഡാനിഷ് ഫാറൂഖ് തുടങ്ങിയ താരങ്ങൾ ഉണ്ടാവില്ല. ഇതിനിടയിൽ ചെറിയൊരു റൂമർ പ്രചരിച്ചിരുന്നു, അതായത് സച്ചിൻ സുരേഷ് ടീമിൽ ഉണ്ടാകുമെന്ന് സംശയങ്ങളൊക്കെ ചില ആരാധകർ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, സച്ചിൻ സുരേഷിന് 2 യെല്ലോ കാർഡുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളൂ ഇതുവരെ. 4 യെല്ലോ കാർഡുകൾ കണ്ടാൽ മാത്രമാണ് ഒരു താരം മത്സരത്തിൽ നിന്ന് പുറത്താവുകയുള്ളൂ. ഇപ്പോൾ 2 യെല്ലോ കാർഡുകൾ മാത്രമാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത മത്സരത്തിലും അദ്ദേഹം ഉണ്ടായിരിക്കുന്നതാണ്. സച്ചിൻ സുരേഷ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിംനസ് അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം മാർക്കസ് മെർഗുലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അക്കാര്യം കൂടി ഇതിലൂടെ കൂട്ടിച്ചേർക്കുകയാണ്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മലയാളി താരമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദി യങ് ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന രാഹുൽ KP ഒഡീഷ FCയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യലായി താങ്ക് യു പോസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽക്കം പോസ്റ്റ് ഒഡീഷ FCയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും മലയാളികളുടെ ഒരു വികാരമായിരുന്ന രാഹുൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് ടീമിനോടൊപ്പമല്ല. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള വരുന്ന തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒഡീഷ മത്സരത്തിൽ ആയിരിക്കും അരങ്ങേറ്റം ഉണ്ടാകുക. ഏതായാലും കണ്ടു തന്നെ അറിയാം, ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയവരൊക്കെ നല്ല പ്രകടനമാണ് അധിക പ്ലേയേഴ്സും എതിർ ടീമിൽ കാഴ്ചവെക്കാറ്. കാത്തിരുന്ന് കാണാം എന്താകുമെന്നൊക്കെ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. താങ്ക് യു.